റിച്ചൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്നാണ്. അത് പലരും പല രീതിയിലാണ് കാച്ചുന്നത്, പല സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഞാനിപ്പോൾ സാധാരണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എടുക്കണ്ട കേട്ടോ. എണ്ണ ചൂടായ ശേഷം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. അതിന് ശേഷമേ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഉള്ളിയൊക്കെ പൊങ്ങി ശരിക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് തുളസിയില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു സ്റ്റിക്ക് കൊണ്ട് അനക്കി കൊടുക്കുക. ജലത്തിൻ്റെ അംശമുള്ള സ്പൂണുകളൊന്നും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ മുഖത്തും ദേഹത്തൊക്കെ ഇത് എണ്ണ തെറിച്ച് പൊട്ടി വീഴും. മൂന്നും വാടിയിട്ടുണ്ട് ശരിക്ക്. അതിന് ശേഷം നമുക്ക് ചെമ്പരത്തിപ്പൂ ഇടാം. എന്നിട്ടെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളിത് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. കാരണം ഇത് ഉള്ളിയൊക്കെ ശരിക്ക് കരിഞ്ഞു പോകും. പിന്നീട് നമുക്കത് എടുക്കാനായിട്ട് നമ്മളിത് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പോകരുത്. കാരണം എല്ലാം കരിഞ്ഞു പോയാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. ഇതൊരു ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ കറ്റാർ വാഴ നമുക്ക് അരച്ച് ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ വരുമ്പം നമുക്ക് അരച്ച് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. പലരും എണ്ണ കാച്ചുന്നത് പല സാധനങ്ങൾ ഉപയോഗിച്ചാണ്. ചിലർ ആര്യവേപ്പില ഇടും, ഉലുവ ഇടും, കുരുമുളക് ഇട്ട് കാച്ചും. ഞാനിപ്പോൾ ഇവിടെ സ്ഥിരം കാച്ചുന്നത് ഇത്രയും സാധനങ്ങളിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഒന്ന് കാച്ചണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള എല്ലാ ഐറ്റംസാണ്. വേപ്പിലയാണെങ്കിലും ചെമ്പരത്തി ആണെങ്കിലും. ഉള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ചൂടിലിരുന്ന് ഇതൊന്ന് സെറ്റാകും. എന്നിട്ട് മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് അരിച്ചെടുത്ത് ഇതിൻ്റെ എണ്ണ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഒരു കുപ്പിയിൽ ഇട്ടുണ്ട്. നല്ല നാടൻ കാച്ചിയ എണ്ണ. ഇത് നമുക്ക് തലയിൽ സ്ഥിരം വെച്ചാൽ തന്നെ നമുക്ക് ജലദോഷം, അതുപോലുള്ള മുടി നരക്കൽ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. പണ്ട് തൊട്ട് അമ്മയാണിത് കാണിച്ച് തന്നത്. ഇങ്ങനെ കാച്ചാനായിട്ട് അമ്മ സ്ഥിരം കാച്ചി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനും ഉപയോഗിക്കുന്നതാണ്. പണ്ട് തൊട്ട് ഇങ്ങനെ കാച്ചിയാണ് ഉപയോഗിക്കുന്നത് എണ്ണ. ഇങ്ങനെയൊന്ന് എണ്ണ കാച്ചി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ മാത്രമേ ഓൾ എന്ന ഓപ്ഷൻ കാണുകയുള്ളൂ. അത് പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ കൂടുതൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. താങ്ക് യു.